ഒരു വുമണൈസറിനെ സ്ത്രീകളെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഫാൻസുകൾ ഉണ്ടാവുക, പ്രത്യേകിച്ചും സ്ത്രീകൾ. അത്ഭുതപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അയാൾ എന്താണ് ഈ അതിജീവിതമാർക്ക് എതിരെ ചെയ്തത്, അവരെ ഏത് രീതിയിൽ ബുദ്ധിമുട്ടിച്ചു എന്നൊന്നും അറിയാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിൽ കുറേയധികം ആളുകൾ. വുമനൈസർ ആയ ഒരാളെ പിന്തുണയ്ക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാൻഡല്ലേ പറയാൻ പറ്റുള്ളൂ. വുമനൈസറായ രാഹുലിനെ ഒരിക്കലും, വുമനൈസറായ ആരെയും ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളനാണെന്ന് ഒരു കാലത്തും പറഞ്ഞിട്ടുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ പരാതി കൊടുത്തവരുടെ ഉദ്ദേശശുദ്ധിയെ ചില സമയങ്ങളിലെങ്കിലും ചില സംശയങ്ങൾ തോന്നാറുണ്ട്. അതിന് പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കാൻ പറ്റാത്ത കുറേ ഫാക്ടേഴ്സ് അവിടെയുണ്ട്. അവരുടെ ഉദ്ദേശശുദ്ധി അതിലുള്ള ഒരു സംശയം മാത്രമാണ് ഇവിടെ നമ്മൾ ഐശ്വര്യ പറയാറുള്ളത്. പറഞ്ഞത് വ്യക്തമാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചില ആൾക്കാർ വന്ന് കമന്റ് ചെയ്തിട്ടായി. അതായത് നിങ്ങൾ രണ്ട് ഭാഗവും നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ ചേട്ടനോട്, ആ കമന്റ് ചെയ്ത ആളോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ രണ്ട് ഭാഗം നിന്ന് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം അത്ര മാത്രമേ ഇതിൽ സംസാരിക്കുള്ളൂ. അല്ലാതെ ഇവരെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടിമയായിട്ട് നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിജീവിതയുടെ അടിമയായിട്ട് നിന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം രണ്ട് ഭാഗത്തും ശരികളുമുണ്ട്, രണ്ട് ഭാഗത്തും തെറ്റുകളുമുണ്ട്. പക്ഷെ എവിടെയാണ് കൂടുതൽ തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% പറയേണ്ടി വരും. ഇവിടെ കൂടുതലും തെറ്റ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തന്നെയാണ്. ഇയാള് ഇപ്പൊ ഇവിടെ അതിജീവിതയെ എതിർത്തുകൊണ്ട് പല ആളുകളും സംസാരിക്കുന്നുണ്ട്. എസ്പെഷ്യലി സ്ത്രീകൾ. അവർ പറയുന്നത്, കല്യാണം കഴിച്ച ഒരു പെണ്ണ്, ആ പെണ്ണാണ് ഒരുത്തൻ്റെ കൂടെ ബെഡ്റൂം പങ്കിടാൻ വേണ്ടിയിട്ട് കാനഡയിൽ നിന്ന് തിരുവല്ലയിൽ വരെ വരുന്നത്. നാണമില്ലേ ഈ പെണ്ണിന് എന്ന് പറഞ്ഞിട്ട് അവരെ ആക്ഷേപിക്കുന്നുണ്ട് അതിജീവിതയെ. യഥാർത്ഥത്തിൽ ഈ പരാതിക്കാരി അതിജീവിത അവരുടെ പരാതി നമ്മൾ മുഴുവനായിട്ട് വായിച്ചു നോക്കണം. അതിൽ പറയുന്നുണ്ട്, ഈ ഹസ്ബൻഡിനെ നിങ്ങൾ ലീവ് ചെയ്യൂ, അയാളെ വിട്ടിട്ട് എൻ്റെ കൂടെ വരൂ എന്ന് ഇവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ആരെയും ഇങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി വരണം എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഇവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇയാളുടെ അടുക്കളയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ ഇവിടെ കുടുംബം കലക്കി എന്ന് പറയുന്നത്? അതായത് സമാധാനത്തോടു കൂടി, ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ബന്ധത്തിലും ഉണ്ടാവും. അവിടെ എരുതിയിൽ എണ്ണയൊഴിച്ച് ആ കുടുംബം കലക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു സംശയമില്ല, കുടുംബം കലക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സെക്കൻഡ് വൺ, ഗൗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിജീവിത വല്ലവൻ്റെയും കൂടെ പോയി ഭർത്താവ് ഉണ്ടായിട്ടും കിടന്നവളല്ലേ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പെടില്ല. പക്ഷേ ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ ആരാണെങ്കിലും, നീ ഇപ്പോൾ പറഞ്ഞതുപോലെ കുടുംബം കലക്കികൾ ഒരുപാടുണ്ട് ഗൗതം, നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് കുടുംബം കലക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നവര്. പക്ഷെ അങ്ങനെയുള്ളവരുടെ വലയിൽ വീഴാണ്ട് മാറി നിൽക്കാനുള്ള ലേശം ബുദ്ധിയെങ്കിലും പെണ്ണുങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ ഒരാൾ വന്നിട്ട്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, വേറെ ആരാണെങ്കിലും, ഇപ്പോൾ എൻ്റെ ഭർത്താവ് അവൻ ശരിയല്ല, അവൻ കൊള്ളില്ല, നീ ഇങ്ങോട്ട് പോര്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ പെണ്ണുങ്ങൾ വീണ് കൊടുക്കുന്നതിന് ന്യായീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്ത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കേണ്ടത്? ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഞാൻ നിന്നെ സ്വീകരിച്ചോളാം, അവൻ പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവൻ പോരെ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കണോ, അവനെ വേണ്ടാന്ന് വെക്കണോ എന്നൊക്കെ തീരുമാനിക്കണം നമ്മൾ തന്നെയാണ്. എൻ്റെ ഭർത്താവ് പോരാ, നീ എൻ്റെ കൂടെ പോരാന്ന് പറഞ്ഞ് ഒരുത്തൻ എന്നെ വന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ഭർത്താവിനെ വേണ്ടെന്ന് വെക്കണോ, അതോ അവൻ്റെ കൂടെ പോകണോ, അതോ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മുന്നോട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ല, ഇവിടെ ധാർമ്മികതയാണല്ലോ ഇവിടെ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ അവർ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന കാര്യത്തിൽ ഒരിക്കലും പറയില്ല. അല്ല ധാർമ്മികതയുടെ ധാർമ്മികത, അതായത് ഒരു കല്യാണം കഴിച്ച് ഒരു ഭർത്താവ് ഉണ്ടെന്നിരിക്കെ അന്യ പുരുഷനുമായിട്ട് ബെഡ്റൂം പങ്കിടാൻ പോവുക. അത് ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത്, കല്യാണം കഴിച്ച് ഒരു ഭർത്താവ് ഉണ്ടെന്നിരിക്കെ അന്യ പുരുഷനുമായിട്ട്, നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് അനുസരിച്ചിട്ടാണ് പറയുന്നത്, അന്യ പുരുഷനുമായിട്ട് ബെഡ്റൂം പങ്കിടാൻ പോകുന്നത് തെറ്റാണോ ശരിയാണോ? ഇതിന് ഞാനൊരു കാര്യം പറയട്ടെ. കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ പറയാറുള്ളത്? വെർജിനിറ്റി. കല്യാണം കഴിഞ്ഞാലോ പാതിവൃത്യം.
ഈ രണ്ട് തൂണിലാണ് ഒരു പെണ്ണിനെ ആൾക്കാർ കെട്ടിയിട്ടിരിക്കുന്നത്. ഉം. കല്യാണത്തിന് മുമ്പ് വെർജിൻ, ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും, എല്ലാ പെൺകുട്ടികളും വെർജിൻ ആയ പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടില്ല, അത് വേറെ കാര്യം. ഉം. പക്ഷെ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്നും അല്ല പറഞ്ഞത്. പക്ഷെ വെർജിനിറ്റി നഷ്ടമായി, ഒരു പെണ്ണിനെ ഒരുത്തൻ ഇഷ്ടമില്ലാതെ റേപ്പ് ചെയ്തു. ഈ അതിജീവിത കല്യാണം കഴിഞ്ഞിട്ടാണ് അവരെ റേപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷെ പെണ്ണിനെ, ഒരു കല്യാണം കഴിയാത്തൊരു പെണ്ണാണെന്ന് തന്നെ ഇരിക്കട്ടെ, അവരെ റേപ്പ് ചെയ്തു. എൻ്റെ വെർജിനിറ്റി നഷ്ടപ്പെട്ടു, ഇനി അവൻ മാത്രമേ എന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, എന്നെ വേറെ ആർക്കും തൊടാൻ കൊള്ളില്ല, എന്നെ വേറെ ആർക്കും കല്യാണം കഴിക്കാൻ കൊള്ളില്ല, ഞാൻ മോശമായി പോയി, എൻ്റെ മാനം പോയി, എൻ്റെ വെർജിനിറ്റി പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ ഒരു പെണ്ണ്? അയാളെ അത്രമാത്രമാണ് സ്നേഹിച്ചിരുന്നെങ്കിൽ അത്രമാത്രം സ്നേഹിച്ചതല്ല ഞാൻ കരഞ്ഞു പറഞ്ഞത്, ഞാൻ റേപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരാള് റേപ്പ് ചെയ്ത കാര്യം പറഞ്ഞത്, ഇവിടുത്തെ അയാളെ പിന്നെ സ്നേഹിക്കാൻ പറ്റും ഒരു ഇവിടെ പെണ്ണിന്? ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഉം. ഞാൻ ചോദിച്ച ചോദ്യം, ഭർത്താവ് ഉണ്ടെന്നിരിക്കെ ഭർത്താവ് ഓക്കെ, ഉണ്ടെന്നിരിക്കെ ഭർത്താവ് ഉണ്ടെന്നിരിക്കെ മറ്റൊരു വേറൊരാള്. അതും ഭർത്താവ് പോലും അറിയാതെ വേറൊരാളുമായിട്ട് എന്താണ് നമ്മുടെ ഒരു ധാർമ്മികത അനുസരിച്ച്, അവിടെ ഇത് ധാർമ്മികത തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ധാർമ്മികത കല്യാണത്തിന് മുമ്പ് അനുസരിച്ചിട്ട് വെർജിനിറ്റി ആണെങ്കിൽ അല്ല, കല്യാണം കഴിഞ്ഞ് അതിനൊന്നുമില്ല. പാതിവൃത്യം, ഈ പാതിവൃത്യത്തെ പറ്റിയിട്ടാണ് ഗൗതം അല്ല, പറയുന്നത്. അത് ഭർത്താവിനെ ചതിക്കലല്ലേ എന്നുള്ളതാണ്. ഭർത്താവിന് ചതിക്കലാണെന്നുണ്ടെങ്കിൽ അത് പാതിവൃത്യം, പാതിവൃത്യമാണല്ലോ ഈ ചതിക്കലാണ്. സാധനം, അതാണല്ലോ. ചതിക്കലാണ്. ചതിക്കലാണോ? അത് അവരുടെ ഇഷ്ടത്തോടെ അവര് പോയി എന്നുണ്ടെങ്കിൽ, ഭർത്താവ് ഇപ്പോ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ്, അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഭർത്താവ് ഉള്ളപ്പോഴത്തേനും അയാളെ ചതിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചതിയാണ് എന്നുണ്ടെങ്കിൽ ഈ പെണ്ണും തെറ്റ് ചെയ്തില്ലേ? ഉം. ചതിച്ചുകൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം പോയത്? ഉം. അപ്പൊ പിന്നെ രാഹുലിനെ മാത്രം എങ്ങനെ അതാണ് കുറ്റക്കാരനാകും? ചതിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ധാർമ്മികതയുടെ ഐശ്വര്യ ഭാഗം എടുത്തു വെച്ച് നോക്കിയാൽ ചതിയായിരിക്കാം. ചതിയാണ്. ആയിരിക്കാം, പക്ഷെ ധാർമ്മികതയാണ്. ആ ചതിയിലേക്ക് ഇവരെ കൊണ്ട് എത്തിച്ചത്, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത്, നിന്റെ ഭർത്താവ് ഒരു വൃത്തികെട്ടവനാണ്, അയാൾ എന്തിനു കൊള്ളാം, അയാളൊരു നീ അയാളെ ഇങ്ങനെ ഒരു താല്പര്യമില്ലാതെ അയാളുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഇവരെ ഇങ്ങനെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ കുടുംബം കലക്കി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ പൊന്നു പോലെ നോക്കുന്ന ഒരു ഭർത്താവാണെന്നിരിക്കട്ടെ, എൻ്റെ ഭർത്താവ് ഭയങ്കരമായിട്ട് എന്നെ മാത്രം, ഞാനേ ജീവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണെന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു ഭർത്താവ് വേറൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അവൻ്റെ കൂടെ എന്തിനാ ജീവിക്കുന്നത്, അവൻ വേണ്ട വേണ്ട പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിറങ്ങി പോവോ? പക്ഷെ അതേ സമയം ആ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ അയാളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എനിക്ക് താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്ന് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയി പോയെന്നിരിക്കാം. അങ്ങനെ ഒരു പെണ്ണായിരുന്നു ഈ പെണ്ണ്. അത് അതിജീവിതയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത്രയും ഇതിലേക്ക് പറയുന്നില്ല ഞാൻ. കാരണം അതാണല്ലോ വസ്തുത. അപ്പൊ അങ്ങനെ പോയിന്നുണ്ടെങ്കിൽ അത് രാഹുലിനെ മാത്രം തെറ്റാവുന്ന എങ്ങനെ? രാഹുൽ മാത്രം കുടുംബം കലക്കിയാവുന്ന, കുടുംബം നമ്മുടെ കുടുംബം കലങ്ങണോ വേണ്ടയോ തീരുമാനിക്കണം രാഹുൽ നമ്മളും മാത്രമാണ് കൂടിയാണ്. കുടുംബം കലക്കി എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ കുടുംബം കലക്കിയിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കാൻ അർഹൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രണ്ടുപേരും കാരണം ഈക്വൽ ആണെന്ന് ഞാൻ പറയുന്നു. ഒരിക്കലുമല്ല. കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരാൾ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കരുത്. ആ തെമ്മാടിത്തരം കാണിക്കുന്ന, വുമണൈസർ ആവുന്ന, റേപ്പ് ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളടക്കം, ഇഷ്ടപ്പെടുന്ന ജനങ്ങളടക്കം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് പരിതാപകരമാണ് അവസ്ഥ. ജനപ്രതിനിധി ചെയ്യാൻ പാടില്ല, അതിനോട് ഞാൻ യോജിക്കുന്നു. അയാൾ ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യനല്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അയാൾ ഇനി ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യനല്ല. 23 വയസ്സുള്ള പെൺകുട്ടികളെ പോലും ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഈ രീതിയിൽ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ട്. പരാതിയുണ്ട്. ആദ്യത്തെ രണ്ടാമത്തെ അതിജീവിത അതാണ്. പലവരും പേഴ്സണൽ എക്സ്പീരിയൻസിൽ പുറത്തു പറയാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ വരെ. അപ്പൊ ഇവിടെ കൃത്യമായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കാൻ പുറമെ ജാട കളിച്ച് വലിയ വീരവാദം വാക്കിലൊക്കെ പറയുമെങ്കിലും ഇയാളെ ഉള്ള് തീർത്തും മാലിന്യമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ഗൗതം, ഇതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഇനി ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് തന്നെയാണത് പറയാനുള്ളത്. പക്ഷെ അതേസമയം ഈ ഗൗതം പറയുന്ന പോലെ ധാർമ്മികത, ഭർത്താവിനെ ചതിച്ച് അങ്ങോട്ട് പോയി അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച വരേണ്ടതുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഈക്വലി രണ്ടുപേരും കുറ്റക്കാരാണെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. രണ്ട് കൂട്ടരുടെയും ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്. പിന്നെ ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാള് ജനങ്ങളെ സേവിക്കാൻ, നമ്മുടെ തലപ്പത്ത് വന്നിരിക്കാനുള്ള യാതൊരു എന്താ പറയുന്ന യോഗ്യതയുള്ള ആളല്ല. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിജീവിത ചെയ്തൊരു വലിയ തെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീല് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു രേഖയുണ്ട്. ആ രേഖ എന്ന് പറയുന്നത് വാട്സാപ്പ് ഓഡിയോ ആണ്.
അതിൽ കൃത്യമായിട്ട് കൺസെന്റോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ലൈംഗിക ബന്ധത്തിൽ ആ ക്ലബ് 7 ഹോട്ടലിൽ ഇവർ രണ്ടുപേരും എന്താണ് ഇതായി ചെന്നത് എന്നുള്ളതാണ്. ആ വാട്സാപ്പ് സന്ദേശം കോടതി രേഖയാണ്, അത് സമർപ്പിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള രേഖയാണെന്നുള്ളത്. അത് സമർപ്പിച്ചതിന്റെ ഇത് ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് നമുക്കറിയില്ല, പക്ഷെ അല്ല, അത് ഇത് ആ ഡീറ്റെയിൽസിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വിഷയം ഈ അന്നത്തെ ഈ 2024 ഏപ്രിൽ 8 തീയതിയത്തെ ആ സംഭവം കഴിഞ്ഞിട്ട് രാത്രി ഈ അതിജീവിതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജിൽ അയാൾ പറയുന്നത് ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തിയോ എന്നുള്ളതാണ്. അങ്ങനെ ഒരാള് ചോദിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റു പല ഇതുമുണ്ട്. അങ്ങനെ ഒരാള് റേപ്പ് ചെയ്ത ഒരാള്, ബലാത്സംഗം ചെയ്ത ഒരാൾ അങ്ങനെ ഒരു ചോദ്യം ഒരു സ്ത്രീയോട് ചോദിക്കും, റേപ്പ് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തോ എന്ന് ചോദിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അനുഭവമില്ല, അറിയില്ല. പക്ഷെ അതുകൊണ്ടാണ് ഇത് കൺസെന്റോട് കൂടി ആയിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. ഇത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇത് കോടതിയിലേക്ക് ബോധ്യപ്പെടണം എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു വാട്സപ്പ് സന്ദേശം അവർ ഹാജരാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നിട്ടും എന്തുകൊണ്ട് രാഹുലിന് ജാമ്യം കിട്ടിയില്ല എന്നുള്ളത് മറ്റു ചോദ്യം. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ പ്രേരിതം, ജഡ്ജിമാരെ രാഷ്ട്രീയക്കാർ അടുത്ത കോടതിയിൽ എന്തായാലും പുഷ്പം പോലെ രാഹുൽ ഇറങ്ങിയിട്ട് വരും, അതിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ കൺസെന്റോട് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേറെയും ഈ പറയുന്ന അതിജീവിതയുടെ മൊഴിയിൽ തന്നെ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ തൃപ്തിപ്പെടുത്തിയോ എന്ന് ചോദിച്ച മെസ്സേജ് ഉൾപ്പെടെ പിന്നീട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പിന്നീട് അവരുടെ പീരീഡ് സൈക്കിൾ തെറ്റുന്നു, അവർ ടെസ്റ്റ് ചെയ്യുന്നു, അവർ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കാനഡയ്ക്ക് പോകുന്നു. കാനഡയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ മിസ്കാരേജ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ട്രോമ, ടെൻഷൻ, ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഇവർ കണ്ടിന്യൂസ്ലി രാഹുലിന് മെസ്സേജ് ചെയ്യുന്നു. രാഹുൽ ഇവരെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് വരെ ഇവർ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാഹുൽ ഗർഭിണിയാക്കി ചതിച്ച് പോയൊരുത്തൻ പിന്നീട് ഇവരെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കി വിടുന്നു. ഒഴിവാക്കി എന്ന് പറയുന്നു. പക്ഷെ അതിനും ശേഷം ഈ നമ്മുടെ ചുരൽമല അപകടത്തിന്റെ ബന്ധപ്പെട്ടിട്ട് ഒരു ലക്കി ഡ്രോ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംഭവത്തിലേക്ക്, ഒരു പിരിവിലേക്ക് ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുലിന്റെ സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ഇവരെ വിന്നറാക്കും എന്ന ഉറപ്പിന്റെ പേരിൽ ഇവർ 5000 രൂപ കൊടുക്കുന്നു. ഇതിലൊരു വിന്നറായി ഇവർ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് എന്ത് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ് ഗൗതം പറയുന്നത്? എങ്ങനെ ഇമോഷണലി ബ്ലാക്ക്മെയിലിംഗ്? പരാതിക്കാരി പറയുന്നുണ്ട്. പക്ഷെ ഇവര് ഗർഭിണിയാക്കിയ ഒരുത്തൻ പിന്നീട് ഇവരെ ബ്ലോക്ക് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അയാള് കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് ഈ പെണ്ണ് ക്യാഷ് കൊടുക്കുകയാണ്. എന്നിട്ട് അയാള് തന്നെ ബ്ലോക്ക് ചെയ്തതല്ല പ്രശ്നം, അയാൾ ബ്ലോക്ക് ചെയ്തതല്ല. ഇമാതിരി എന്താണ് ക്ലബ് 7 ഹോട്ടലിൽ അവിടെ പോയിട്ട് അതിജീവിതയോട് ഇതൊക്കെ ചെയ്തിട്ട് പിന്നീട് ഇവര് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഇവരെ ബ്ലോക്ക് ചെയ്യുന്നു, അതല്ല പ്രശ്നം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ഇവരെ അവോയ്ഡ് ചെയ്യുന്നത്? എന്തിനാണ് ഇയാൾക്ക് ആ പെണ്ണുങ്ങളുടെ അങ്ങനെ അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഗൗതം. പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്ത ഒരുത്തനോട് പിന്നെയും സ്നേഹം തോന്നുന്നത് എങ്ങനെയാണ്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതിനൊക്കെയുള്ള മറുപടി കൃത്യമായിട്ട് അവര് തന്നെ നൽകി. എന്ത് മറുപടിയാണ്? ട്രോമ ബോണ്ടിങ് ആയിരുന്നു. അത്തരത്തിലുള്ള സ്ത്രീകളുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുകളും തെറാപ്പിസ്റ്റുകളൊക്കെ അങ്ങനെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളെയൊക്കെ മീറ്റ് ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഒരു പെണ്ണും അങ്ങനെ ആയി തീരരുത് എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. ഒരു പെണ്ണും അങ്ങനെ ഇഷ്ടമില്ലാണ്ട് തൊട്ടവനെ ഡെറ്റോൾ ഇട്ട് കുളിച്ച് പറഞ്ഞു വിടുക വേണ്ടത്. അല്ലാണ്ട് അവൻ മാത്രമേ ഇനി എന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അവനോട് ട്രോമ ബോണ്ടിങ്ങിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീണു പോകുന്ന പെണ്ണായിട്ട് ഒരു പെണ്ണും മാറരുത്. വളർന്നു വരുന്ന എൻ്റെ മകൾ ഉൾപ്പെടെ ഒരു പെണ്ണും അങ്ങനെയായി മാറരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ വിഷയം? ഈ വിഷയത്തിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഇവിടെ രണ്ട് ഭാഗത്തും നിന്നുകൊണ്ട് രണ്ട് ഭാഗത്തെയും ശരിയും തെറ്റുകളും അന്വേഷിച്ച് മാത്രമേ ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ഈ പറയുന്ന എൻ്റെ മൊത്തത്തിൽ ഈ ഒരു വിഷയം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരാളെ എന്നെ മാത്രം അവൻ സ്നേഹിച്ചു എന്ന് തോന്നിയിരുന്ന സമയത്ത് പീഡനമല്ലാത്ത അല്ലെങ്കിൽ ആസ്വദിച്ചിരുന്ന ഒരു കാര്യം പിന്നീട് ഞാൻ മാത്രമല്ല, ഇവനൊരു കാട്ടുകോഴിയാണ്, ഇവൻ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു പെണ്ണിന് തോന്നുന്ന പകയാണ് ഈ സംഭവം എന്നുള്ളതാണ് മൊത്തത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതിന്റെ ഏറ്റവും വലിയൊരു പകയുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അവൻ ചെയ്തത് ശരിയുമല്ല. ഒരു പെണ്ണിനോട് മാത്രം തോന്നേണ്ട, അല്ലെങ്കിൽ നീയാണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ എന്റെ ഭർത്താവിനാണെങ്കിലും വേറൊരു പെണ്ണുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്ന ആ ഒരു സെയിം സാധനം തന്നെയാണ് കാമുകനുണ്ടെന്ന് അറിയുമ്പോഴും. ഇതൊക്കെ അവര് ചെയ്യുന്നത് എന്തിനാ? ഇയാള് ഒരു ലൈഫ് തനിക്ക് തരും,
ഓക്കെ ഇപ്പം ഫ്ലാറ്റിന് 1.5 കോടി രൂപ അടക്കം ഇവർ കൊടുത്തു എന്നാ പറയുന്നത്. ഓക്കെ. ഒരു സ്ത്രീ, ഒരു വിദ്യാഭ്യാസ യോഗ്യതയുള്ള കാനഡയിലൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരാൾക്ക് ചുമ്മാ എടുത്തിട്ട് 1.5 കോടി രൂപ കൊടുക്കും നമുക്ക്. അയാൾ എന്റെ കൂടെ അതെ, ഉണ്ടാകും, അവര് വിശ്വസിച്ചിരുന്നു. അല്ല അവര് അവൻ എന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള, ഞാൻ ഇനി ഈ എന്താണ് ഇവന്റെ കൂടെ ജീവിക്കും, മാരി ചെയ്യും എന്നുള്ള പരിപൂർണ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തത്. അതിനെ ഈ കക്ഷി മാനിപ്പുലേറ്റ് ചെയ്തു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളുകൾ ആരാധനാപൂർവം ഏറ്റെടുക്കുന്ന സ്ത്രീകളടക്കം മാനിപ്പുലേറ്റ് ചെയ്തു. അയാൾക്കാണ് എന്നിട്ടിപ്പോ കയ്യടി കിട്ടുന്നത്. അയാളെയാണ് ഇപ്പം ആളുകൾ ഏറ്റെടുത്ത് നടക്കുന്നത്. ഒന്നിക്കലും നിങ്ങൾ രണ്ട് സൈഡ് നിൽക്കണം. അതിജീവിതയുടെ ഭാഗത്തും ശരിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രാഹുൽ അതിജീവിതയുടെ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തും ശരിയുണ്ട് എന്ന് പറയുന്നത് അതിജീവിത ചതിക്കപ്പെട്ടു എന്നുള്ളത് അല്ല അപ്പോഴും ഇപ്പോഴും ഞാൻ അല്ല പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രാഹുലിനോട് രാഹുൽ ആരാധനയും മാങ്കൂട്ടത്തിനോട് ഇല്ല, നിൽക്കാം, രാഹുലിനോട് ഒരു രാഹുൽ തരത്തിലും മാങ്കൂട്ടത്തിന്റെ ആരാധനയില്ല. വേണമെങ്കിൽ നിൽക്കാം. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? അടിമകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, അതിജീവിതയെ അധിക്ഷേപിക്കുന്ന, അവരെ എന്താണ് വല്ലാത്ത രീതിയിൽ സ്ലക്ഷയും ചെയ്യുന്ന ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് ഈ നാട്ടിലുണ്ട്. അത് തന്നെയാണ് പ്രതിപക്ഷ ഒരു നേതാവ്, കാര്യം പറഞ്ഞോട്ടെ, അല്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത് അത് തന്നെയാണ്. സ്ത്രീകളെ അപമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കും. ഒരു കാരണവശാലും അത് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല. വളരെ കൃത്യമായിട്ടുള്ള കറ കളഞ്ഞ മികച്ചൊരു നിലപാടാണ്. ആയിക്കോട്ടെ. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ പിടിച്ച് പുറത്താക്കും എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സപ്പോർട്ട് ഒരു ചെയ്യുന്നതല്ല, വിഷയം സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർ, ഓക്കെ, ഈ ഒരു കേസിൽ ഇരകൾക്കൊപ്പം സഹോദരിമാർക്കൊപ്പം എന്ന് പറയുന്നത് മാത്രമാണോ സ്ത്രീപക്ഷം എന്ന് പറയുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ സഹോദരിമാർക്കൊപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ഒരു യുവ നടിയാണ്. അവരല്ലേ ഏറ്റവും കൂടുതൽ ഈ സഹോദരിമാർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ആദ്യം മുതൽ ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന ആളാരാ? ആ യുവ നടിയാണ്. ആ യുവ നടിക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ? ആ യുവ നടി എന്തെങ്കിലും ബൈ ഹാൻഡ് എഴുതിയോ എങ്ങനെയെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് പരാതിയില്ല, പക്ഷെ ഞാൻ സഹോദരിമാർക്കൊപ്പം എന്നാണ് അവർ പറയുന്നത്. അവരുടെ ശരിക്കുള്ള വിഷയം എന്തായിരുന്നു? അവരുടെ വിഷയം എന്താണ്? ഈ അവരെ പറ്റിയിട്ട് പല സ്ഥലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ പെണ്ണ് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ, ഞാൻ ഭയങ്കര സംഭവമാണ് കേട്ടോ എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും എന്താണ് വളരെ എന്താ പറയാ ചീപ്പത്തരാണ് അതൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, റിനിയുടെ വിഷയം എന്താണെന്നുള്ളത് ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്ന നേരത്തെ CPIയുടെ നേതാവായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ കൃത്യമായിട്ടും കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ഒരു ചാനലിനോട് പറയുന്നുണ്ട്. അവരുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ ഉത്തമ ബോധ്യത്തിൽ അവർ പറയുന്ന കാര്യമാണെന്നും അവർ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞിട്ട് പറയുന്ന കാര്യമാണെന്നും അവർ പറയുന്നുണ്ട്. ശരിക്കും റിനിക്ക് ഉണ്ടായിരുന്നത് യൂത്ത് ഐക്കണായ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഒരു സ്റ്റാർഡം ഉണ്ടായിരുന്ന രാഹുലിനോട്, രാഹുൽ സാധാരണ പോലെ തന്നെ ഈ റിനിയുടെ അടുത്തും ഇതേ കോഴിത്തരം കാണിച്ചിട്ടുണ്ട്. രാഹുലിനോട് റിനിക്കും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത് തന്നോട് മാത്രമല്ല മറ്റു പലരോടും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ, കൈവിട്ട് പോയി തന്നിൽ മാത്രം നിൽക്കുന്നവരല്ല എന്നറിഞ്ഞപ്പോൾ റിനിയുടെ ഒരു പകയായിരുന്നു എന്നുള്ളത് ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ ആദ്യത്തെ പരിചയപ്പെട്ട് 24 ഹവേഴ്സിനുള്ളിൽ തന്നെ തന്നോട് മോശമായി പെരുമാറിയ രാഹുലിനെ അവർ ബ്ലോക്ക് ചെയ്ത് വിട്ടു എന്ന് അവർ പറയുന്നുണ്ടല്ലോ. ബ്ലോക്ക് ചെയ്യാമായിരുന്നു, ചെയ്യാതെ വിട്ടു എന്ന് പറയുന്നു. ലെറ്റ് മീ കംപ്ലീറ്റ്. അത് കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെ മോശമായി പെരുമാറി ഇത്രയും സഹോദരിമാർക്കൊപ്പം നിൽക്കുന്ന റിനി പാതിരാത്രി 12:28 എന്ന് പറയുന്ന ഒരു സമയത്ത് രാഹുലിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്, വെൻ യു ഫ്രീ കംസ് ടു ടെലിഗ്രാം സീക്രട്ട് ചാറ്റ്, ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റിൽ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞതാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഉത്തമ ബോധ്യമുണ്ടായിട്ട് അവർ ആ ചാറ്റ് കൃത്യമായിട്ടും ഉണ്ട് എന്ന്. നിയമപരമായിട്ട് കോൺസിക്വൻസസ് വരാം, അത് അറിഞ്ഞുകൊണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെ ഒരാൾ അത് പറയണം എന്നുണ്ടെങ്കിൽ റിനി എന്തിനാ പിന്നെ അത്രയും ഈ സഹോദരിമാർക്കൊപ്പം നിൽക്കുന്ന ആള് ഈ ഒരു വിഷയങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഈ രാഹുലിനെ സീക്രട്ട് ചാറ്റിൽ ടെലിഗ്രാമിലേക്ക് വിളിക്കുന്നത് എന്തിനാ? രാഹുലിനോട് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു. ഞാൻ പറഞ്ഞു റിനി ആൻഡ് ജോർജ് പിന്നീട് വന്നെടുത്ത മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു നിലപാടായിരുന്നു. കാരണം അവര് പേര് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞത് ഒരു ജനപ്രതിനിധി ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, അയാൾ നന്നാവണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാനിത് സംസാരിക്കുന്നത് എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. പിന്നീട് മാധ്യമങ്ങൾ അത് ചികഞ്ഞെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അത് എൻഡ് ചെയ്യേണ്ടത് ബെഡ്റൂമിലാണ്? ഒരിക്കലും അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്ന പല സ്ത്രീകളുമായിട്ട് അയാളുടെ ഉദ്ദേശം അയാളുടെ ഉദ്ദേശം അത് എൻഡ് ചെയ്യേണ്ടത് ബെഡ്റൂമിലാണ്.
അത് ഏറ്റവും വലിയ മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം. ആ. അതുപോലെ ഒരാളുടെ അങ്ങനെ എല്ലാ വലയിൽ സ്ത്രീകളും വീണു പോയി കുറെ പെണ്ണുങ്ങൾ. അങ്ങനെ ചിലപ്പോ അതിനാഗ്രഹിക്കുന്ന സ്ത്രീകളും ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാ സ്ത്രീകളും അതിനാഗ്രഹിക്കുന്നുണ്ടാവും. അതിനാഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഗൗതം. അല്ല, പക്ഷെ അതിനാഗ്രഹിക്കുന്ന ഇപ്പൊ വന്നിരിക്കുന്ന അതിജീവിതമാരും അതിനു വേണ്ടി മാത്രം ആഗ്രഹിച്ചു വന്നവരന്ന് തോന്നിയിട്ടില്ല. ഇവനെ വിശ്വസിച്ച് ഇവൻ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് തന്നെ ഇവന്റെ കൂടെ ഒരു ലൈഫ് ആഗ്രഹിച്ച് വന്നവർ തന്നെയാണെന്നാണ് എല്ലാ കേസസിലും തോന്നിയിട്ടുള്ളത്. പക്ഷേ റിനിക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ആണെന്നാണ് ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. ഈ സഹോദരിമാർക്കൊപ്പം എന്ന് വെറുതെ കടന്ന് പറയുന്നതൊന്നും സ്ത്രീപക്ഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇവിടെ ഇപ്പം ഈ സർക്കാർ എടുക്കുന്ന ഈ നിലപാടുകൾ, സ്ത്രീപക്ഷ നിലപാട്, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. LDF സർക്കാർ ഇപ്പോൾ കാണിക്കുന്ന ഈ സ്ത്രീപക്ഷ നിലപാട്, പിണറായി കാണിക്കുന്ന സ്ത്രീപക്ഷ നിലപാട് എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. കാരണം ഒരു തരത്തിലുള്ള ജെനുവിനിറ്റിയും അതിലില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഒരു മികച്ച കോൺഗ്രസ് നേതാവിനെ, യുവ നേതാവിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് 80% ഇതിന്റെ പിന്നിൽ. 20% മാത്രം വേണമെങ്കിൽ സ്ത്രീകളോടൊക്കെ സ്നേഹം ഉണ്ടാവും. ഈ സ്ത്രീപക്ഷ നിലപാട് പിണറായി സർക്കാരിന്റെ മാത്രമല്ല, ഇവിടെ സഹോദരിമാർക്കൊപ്പം എന്ന് പറഞ്ഞ് ഇപ്പൊ കിടന്നുണ്ട് ഈ വായിട്ടടിക്കുന്ന മിക്കവരും കാണിക്കുന്നത് സ്ത്രീപക്ഷ നിലപാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സഹോദരിമാർക്കൊപ്പം, ഇരകൾക്കൊപ്പം, സഹോദരിമാർക്കൊപ്പം അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരപിടിയന്മാർക്ക് എതിരെ അവന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ നടക്കുന്ന ഇവരെന്താന്ന് ഈ പരാതി കൊടുക്കാത്തെ? 24 hours പരിചയപ്പെട്ട ഒരുത്തൻ കോഴിയാണെന്ന് മനസ്സിലായ ആളെ ഒരു വർഷത്തിനപ്പുറവും രാത്രി 12:22 സീക്രട്ട് ചാറ്റിലേക്ക് വായെന്ന് പറഞ്ഞ് വിളിക്കേണ്ട എന്ത് ആവശ്യമാണെന്നുള്ളത്. അപ്പൊ ഈ സഹോദരിമാർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കിടന്ന് അലമുറ ഇടുന്നവരോടൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പൊ എന്തായാലും അവസാനം നിർത്തുമ്പോ എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുടുംബം കലക്കിയാണ്. ആ കുടുംബം കലക്കിക്കൊപ്പം നിന്നത് ഈ അതിജീവിത കൂടിയാണ്. അതെ, ഒരാൾ കുടുംബം കലക്കിയാണെങ്കിൽ ആ കുടുംബം കലക്കി വിചാരിച്ചാൽ എൻ്റെ കുടുംബം കലങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.